على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. صدق الله العظيم. لا حول ولا قوة إلا بالله. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും നിർദ്ദേശങ്ങളും പരമാവധി ജീവിതത്തിൽ പാലിക്കണമെന്നും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ പൂർണ്ണമായും നമ്മിൽ നിന്ന് അകറ്റി നിർത്തണമെന്നും ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിലേക്ക് ഏത് സമയത്തും നാം തിരിച്ചു പോകേണ്ടി വരുമെന്നും നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടതുണ്ട് എന്നുമുള്ള ചിന്ത നമ്മെ നയിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യം അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നാണ്. നമ്മെ ഭരിക്കേണ്ട ഭരണാധികാരികളെ നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്നുള്ളതാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഭാഗമായി തീരുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. കാരണം നമ്മുടെ തന്നെ ഭാവി ഭാഗധേയം നിർണയിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്നതുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് പലപ്പോഴും പലതരത്തിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നടക്കാൻ പോകുന്നത് ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി, അഥവാ എല്ലാവരിലേക്കും അധികാരം നൽകുക, എത്തിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രാദേശിക ലോക്കൽ ബോഡികളൊക്കെ നിലവിൽ വന്നത്. സ്വാഭാവികമായും ജനങ്ങൾക്ക് ഉപകാരമുള്ള, ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭരണകൂടങ്ങളും അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളും നിലവിൽ വരേണ്ടത് ആവശ്യമാണ്. കാരണം ഒരു പൊതുസമൂഹത്തിൽ പൊതുവായ കാര്യങ്ങൾ നിർവഹിക്കപ്പെടാൻ തീർച്ചയായും അത്തരത്തിലുള്ള നല്ല ഭരണകൂടങ്ങൾ ഉടലെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരു ലളിതമായ യാഥാർത്ഥ്യമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നാടിനും സമൂഹത്തിനും ഗുണകരമായ വ്യക്തിത്വങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയും ആ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി
പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഇസ്ലാമിക വീക്ഷണപ്രകാരം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് അതിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് അല്ലെങ്കിൽ പലതരത്തിലുള്ള അവകാശവാദങ്ങളും ഉണ്ടായിരിക്കും. ഭരിക്കുന്നവർ തങ്ങൾ നടത്തിയ ഭരണത്തിന്റെ നേട്ടങ്ങൾ എടുത്തു പറയുമ്പോൾ, ഭരിക്കാൻ അവസരം കാത്തു നിൽക്കുന്നവർ തങ്ങൾക്ക് അവസരം ലഭിച്ചാൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെ കുറിച്ചുമൊക്കെ പ്രചരണം നടത്തുന്നുണ്ടായിരിക്കും. ഏതായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം ഈ ലോകത്തോടെ തീരുന്നതല്ല, പരലോകമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ചിലരുടെ ഭൗതിക ജീവിതത്തിലെ അല്ലെങ്കിൽ ദുനിയാവിലെ വിജയത്തിന് വേണ്ടി നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളോ സംസാരങ്ങളോ നമ്മിൽ നിന്നുണ്ടാവരുത് എന്നുള്ളത് തീർച്ചയായും ഏതൊരു വിശ്വാസിയും ഉറപ്പുവരുത്തേണ്ടുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ പരദൂഷണത്തിൻ്റെയും ഏഷണിയുടെയും ദുരാരോപണങ്ങളുടെയും ഒക്കെ കെട്ടുകൾ അഴിച്ചു വിട്ടുകൊണ്ട്, ചിലപ്പോൾ അത് യാതൊരു തെളിവുമില്ലാത്തതാണെങ്കിൽ പോലും പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. കളവ് പറയാൻ പോലും മടിയില്ലാത്ത രീതിയിൽ. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരം കാര്യങ്ങളിൽ വളരെ ജാഗരൂകരായിരിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി നാം ഓർക്കേണ്ടതുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക സംവിധാനത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളിലും ദീനിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ദീനും ദുനിയാവും ഒരേപോലെ നമുക്ക് കാണാൻ കഴിയില്ല. ദീനിന്റെ ഒരു നിയമങ്ങളിൽ യാതൊരു തരത്തിലുള്ള ചോയ്സും നമുക്കില്ല, ഒരു മാറ്റവും അതിൽ വരുത്താൻ കഴിയില്ല. പക്ഷെ ദുനിയാവിന്റെ കാര്യങ്ങളിൽ നമുക്ക് ദീനിന്റെ നിർദ്ദേശങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ട് യുക്തമായ അല്ലെങ്കിൽ കൂടുതൽ പ്രായോഗികമായ നിയമങ്ങൾ ഉണ്ടാക്കാം. അതാണ് ദീനും ദുനിയാവും തമ്മിലുള്ള പ്രധാനമായ വ്യത്യാസം എന്ന് പറയുന്നത്. നമസ്കാരത്തിന്റെ ഒരു റക്അത്തോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു രൂപമോ നമുക്കൊരാൾക്കും മാറ്റാനുള്ള ചോയ്സ് ഇല്ല. പക്ഷെ നാം നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ നിർമ്മിക്കുന്ന ഒരു വീടിന് അതിന് ടൈൽസ് ഇടണോ, അതിന് മാർബിൾ ആക്കണോ എന്നുള്ള തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പൊ ഭൗതിക വിഷയങ്ങളിൽ നമുക്ക് മതത്തിന്റെ പൊതുനിർദ്ദേശങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചില ചോയ്സുകളുണ്ട്, സ്വാതന്ത്ര്യങ്ങളുണ്ട്. പക്ഷെ ദീനിന്റെ വിഷയങ്ങളിൽ ഒരു ചോയ്സും നമുക്കില്ല. അത് അള്ളാഹും റസൂലും എന്താണോ പഠിപ്പിച്ചത് അത് അതേപോലെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് ദീനും ദുനിയാവും തമ്മിൽ വേറിട്ട് നിൽക്കുന്നത് എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. ഏതായാലും നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ അത് ദീനീ വിരുദ്ധമാകാതിരിക്കാൻ എല്ലാ മേഖലകളിലും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. കേട്ടതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അവൻ ഏറ്റവും വലിയ കളവ് പറയുന്നവനായി തീരും എന്നാണ്. കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേട്ടതൊക്കെ അതേപോലെ വിളിച്ചു പറയുന്നത് വലിയ പാപിയായി തീരാൻ ഒരാൾക്ക് മതിയായ കാരണമാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏഷണിയും പരദൂഷണവുമൊക്കെ ഈ മേഖലയിൽ കടന്നു വരാൻ കൂടുതൽ സാധ്യതയുള്ളത് കൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ നാം ക്രമീകരിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിച്ചു വന്നത്. ഏഷണി എന്ന് പറയുന്നതിനെ കുറിച്ച് ഇമാം നവവി പറഞ്ഞത് ഒരാൾ പറഞ്ഞൊരു വർത്തമാനം, ഒരാളെ കുറിച്ചുള്ളൊരു വർത്തമാനം മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ്. അലാജിഹത്തിൽ ഇഫ്സാദി, ചില ദുരുദ്ദേശത്തോടു കൂടി ചില കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കുന്ന ഏഷണി എന്ന പ്രവർത്തനം. അതേപോലെ തന്നെ പരദൂഷണം എന്ന് പറയുന്നത് ഗീബത്ത് എന്ന് വളരെ ശക്തമായി ഇസ്ലാം വിലക്കിയ ഒരു സംഗതിയാണ്. ഗീബത്താകട്ടെ, നമീമത്താകട്ടെ, കദ്ഫാകട്ടെ, ആരോപണങ്ങളാകട്ടെ, ഇത് മൂന്നും വളരെ ഗൗരവത്തിൽ ഇസ്ലാം
കാണുന്ന കാര്യമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അസ്മാ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, അഫലാ ഉഖ്ബിറുക്കും ബിശ്ശിറാരിക്കും, നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിന്റെ അടുത്ത് മോശക്കാരായ ആളുകൾ ആരാണെന്നറിയുമോ? കാലു ബല, കാല. എന്നിട്ട് റസൂൽ പറഞ്ഞു, അൽ മശ്ശാഊന ബിന്നമീമ, ഏഷണിയുമായി നടക്കുന്ന, അല്ലെങ്കിൽ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള സംസാരങ്ങൾ നടത്തുന്ന ആളുകൾ. അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, പരസ്പരം സ്നേഹിച്ച് നടക്കുന്ന ആളുകൾക്കിടയിൽ വിദ്വേഷം ജനിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ. അൽ ബാഉനൽ ബറാ അൽ അനത്ത, നിരപരാധികളായ ആളുകളുടെ നാശം കൊതിച്ച് സംസാരിക്കുന്ന ആളുകൾ. ഇതാണ് നമീമത്തിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ അത് പരദൂഷണം എന്ന് നാം പറയാറുണ്ട്. ഒരാളെ കുറിച്ച് അയാളുടെ അഭാവത്തിൽ അയാളുടെ മോശമായ കാര്യങ്ങൾ പറയുന്നതിനെ കുറിച്ചാണ് ഗീബത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് ചോദിക്കുന്നുണ്ട്, അത്തദറൂന മൽ ഗീബ, എന്താണ് ഗീബത്ത് എന്നറിയുമോ എന്ന്. അവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം. അപ്പൊ റസൂൽ പറഞ്ഞു, അല്ലാഹുവും റസൂലിനും അറിയുമെന്ന് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞു, കാല ദിക്റുക അഖാക ബിമാ യക്റ, നിന്റെ സഹോദരൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അവനെ കുറിച്ച് പറയലാണ് അവന്റെ അഭാവത്തിൽ. അപ്പൊ സഹാബിമാർ സംശയം ചോദിക്കുന്നുണ്ട്, അഫറഅയ്ത ഇൻ കാന ഫീ അഖി മാ അഖൂൽ, എന്റെ സഹോദരനിലുള്ളൊരു കാര്യം ആണ് ഞാൻ പറയുന്നതെങ്കിൽ അതിനെ ഗീബത്ത് എന്ന് പറയുമോ പ്രവാചക എന്ന്. പ്രവാചകൻ അതിന് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഇൻ കാന ഫീഹി മാ തഖൂൽ ഫഖദ് യഗ്തബതഹു, അവനിലുള്ള ഒരു കാര്യം തന്നെയാണ് അവന്റെ അഭാവത്തിൽ നീ പറയുന്നുവെങ്കിൽ, അവനെ ഇകഴ്ത്തണം എന്ന ദുരുദ്ദേശത്തോടു കൂടി, ഒരു ഉദ്ദേശത്തോടു കൂടി നീ പറയുന്നുവെങ്കിൽ അത് തന്നെയാണ് ഗീബത്ത് എന്ന് പറയുന്നത്. ഇനി വഇല്ലം യകുൻ ഫീഹി, അവനില്ലാത്തൊരു കാര്യമാണ് നീ പറയുന്നതെങ്കിൽ ഫഖദ് ബഹത്തഹു, നീ അവനെ കുറിച്ച് വലിയ ഒരു കളവ് പ്രചരിപ്പിക്കുകയുമാണ് ചെയ്തത്. രണ്ടും വലിയ തെറ്റായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്തിൽ 12-ാമത്തെ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇജ്തനിബു കസീറം മിനൽ വന്ന്, നിങ്ങൾ മിക്ക ഊഹവും നിങ്ങൾ വെടിയണം, നിങ്ങൾ ഉപേക്ഷിക്കണം. നിങ്ങൾ എന്തെങ്കിലും ഗസ് ചെയ്തുകൊണ്ട്, ഊഹിച്ചെടുത്തുകൊണ്ട് എന്തെങ്കിലും പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. കാരണം ഇന്ന ബഅദൽ ഇസ്മ, പല ഊഹങ്ങളും അത് വലിയ പാപമായി തീരും. മാത്രമല്ല വലാ തജസ്സസു, നിങ്ങൾ ആളുകളുടെ സ്വകാര്യതയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ കുറ്റങ്ങളും കുറവുകളും ചികയുന്ന രീതി നിങ്ങൾ സ്വീകരിക്കരുത്. ഒരു ചാരപ്രവൃത്തി നിങ്ങൾ നടത്തരുത്. ഓരോരുത്തർക്കും രഹസ്യങ്ങൾ ഉണ്ടാവും. അത് അവർ മറച്ചു വെക്കുന്നുവെങ്കിൽ നിങ്ങൾ അത് പുറത്തറിയിച്ചു കൊണ്ട് അവരെ വഷളാക്കുന്ന, അവരെ സമൂഹത്തിന്റെ മുമ്പിൽ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തരുത്. അത് അവനും അള്ളാഹുമായുള്ള ഇടപാടാണ്. അള്ളാഹു അത് ഒരുപക്ഷെ അവന് പുറത്തു കൊടുത്തേക്കാം, അല്ലെങ്കിൽ അതിന്റെ ശിക്ഷ നൽകിയേക്കാം. പക്ഷെ നിങ്ങളായിട്ട് അത് നിങ്ങൾ പുറത്ത് കൊണ്ടുവന്ന് അവനെ സമൂഹത്തെ മധ്യത്തിൽ പിച്ചു ചീന്തുന്ന ഒരു സമീപനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്. വലാ യഗ്തബ് ബഅ്ലുകും ബഅ്ള, നിങ്ങൾ ഒരാളെ കുറിച്ച് അവന്റെ അഭാവത്തിൽ ദുഷിച്ചു പറഞ്ഞുകൊണ്ടിരിക്കരുത്. അവന്റെ എല്ലാ കുറ്റങ്ങളും കുറവുകളും അവന് സദുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അവന്റെ സാന്നിധ്യത്തിൽ അത് പറയാം, എങ്കിൽ അവനത് തിരുത്താൻ കഴിയും. പക്ഷെ അവന്റെ അസാന്നിധ്യത്തിൽ അവനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ലക്ഷ്യം വേറെയാണ്. അവനെ അപമാനിക്കുക എന്നതും അവനെ ഇകഴ്ത്തുക എന്നതുമാണ്. ഏതൊരു മനുഷ്യന്റെയും അഭിമാനത്തിന് ജീവനോളം വലിയ പ്രാധാന്യമാണ് ഇസ്ലാം കൽപ്പിച്ചത്. അതുകൊണ്ടാണ് അഭിമാനത്തെ പ്രവാചകന്റെ അന്ത്യപ്രസംഗത്തിൽ വളരെ ഗൗരവത്തിൽ പ്രവാചകൻ അത് സംരക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് മറ്റൊരുത്തനെ അപമാനിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ അതൊരിക്കലും ഉണ്ടാവരുത്. എത്രത്തോളമാണ് ആ പ്രവൃത്തി എന്നതിന് ഖുർആൻ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. അയുഹിബ്ബു അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്ന കാര്യമാണോ അൻ യഅകുല ലഹ്മ അഖീഹി, സ്വന്തം സഹോദരന്റെ ശരീരത്തിൽ നിന്നൊരു കഷ്ണം മാംസം മുറിച്ചെടുത്തുകൊണ്ട് തിന്നുക എന്നത്? മൈത്തൻ, അവൻ മരിച്ചു കിടക്കുമ്പോൾ മരിച്ചു കിടക്കുന്നവന് പ്രതികരിക്കാൻ കഴിയില്ലല്ലോ എന്ന് കരുതി അവന്റെ ശരീരത്തിൽ നിന്നൊരു കഷ്ണം മാംസം മുറിച്ചെടുത്ത് തിന്നാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇല്ലല്ലോ.
എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കുറിച്ച് ഇത്തരത്തിലുള്ള ദുഷിച്ച് സംസാരം നടത്തുന്നത് അതിന് തുല്യമായ കാര്യമാണ്. ഫകരിഹ്തുമൂഹു, ഏതൊരു മനുഷ്യത്വമുള്ളവനും വെറുക്കുന്ന കാര്യമാണല്ലോ അത്തരം ഒരു പ്രവൃത്തി. അതുകൊണ്ട് ഫത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും നിങ്ങളോട് ഏറെ കരുണയുള്ളവനുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ സംസാരം നിങ്ങൾ വളരെ ഗൗരവത്തിൽ കണക്കാക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ എതിരാളികളെ കുറിച്ച് എന്തും പറയാം എന്നുള്ളത് ഒരു നയം ഒരു മുസ്ലിമിന് സ്വീകരിക്കാൻ പാടില്ല. പറയുന്നത് സത്യസന്ധമായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഏഷണിയും പരദൂഷണവും നടത്തുന്നവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് താക്കീത് നൽകിയത് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്റെ മിഅ്റാജിന്റെ രാത്രിയിൽ പ്രവാചകന് സ്വർഗവും നരകവും അള്ളാഹു കാണിക്കുന്നുണ്ട്. ആ നരകത്തിൽ കുറെ ആളുകളെ പ്രവാചകൻ കാണുന്നുണ്ട്. ലമാ ഉരിജബി മറർതു ബിഖൗമിൻ, കുറെ ആളുകളെ പ്രവാചകൻ അവിടെ വെച്ച് കാണുന്നു. ലഹും അൽഫാറും മിൻ നുഹാസ്, ഒരുതരം ചെമ്പിന്റെ നഖങ്ങളാണ്, കൂർത്ത വലിയ നഖങ്ങൾ ആ മനുഷ്യർക്കുണ്ട്. എന്നിട്ട് അവർ ചെയ്യുന്നത് യഹ്മിഷൂന വുജൂഹഹും വസുദൂറഹും, സ്വന്തം മുഖവും സ്വന്തം മാറുമൊക്കെ ആ ഇരുമ്പിന്റെ നഖം ഉപയോഗിച്ച് അവരിങ്ങനെ മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ ജിബ്രീലിനോട് ചോദിക്കുന്നുണ്ട്, മൻ ഹഉലാഇ, ആരാണ് ഈ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ? ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, ഹഉലാഇല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ്, ജനങ്ങളുടെ പച്ചമാംസം തിന്നിരുന്നവരാണ് ദുനിയാവിൽ ഇവർ. അഥവാ ആളുകളെ പരദൂഷണവും ഏഷണിയും നടന്നിരുന്ന ആളുകളാണ്. വയഖഊന ഫീ അഖ്റാലിഹിം, ആളുകളുടെ അഭിമാനത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ അവരെ സമൂഹത്തിന്റെ മുമ്പിൽ വഷളാക്കുന്ന സംസാരങ്ങളുമായി നടന്ന ആളുകളാണ് ഇത് എന്ന് പ്രവാചകന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ രാത്രിയിൽ വിശദീകരിച്ചു കൊടുക്കുന്നത് ഇമാം അബൂദാവൂദ് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും. യശനിക്കാരൊരിക്കലും സ്വർഗത്തിലെത്തുകയില്ല എന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, ഏഷണിയുമായി നടക്കുന്നവൻ ഒരിക്കലും സ്വർഗത്തിലെത്താൻ കഴിയില്ല. പ്രവാചകന്റെ ഒരു ചോദ്യമുണ്ടല്ലോ, ആരാണ് പാപ്പരായവർ എന്ന്. സഹാബിമാർ പറഞ്ഞു, പൈസ ഇല്ലാത്തവരാണ് പാപ്പരായവർ. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, അല്ല, എന്റെ സമൂഹത്തിൽ മറ്റൊരു പാപ്പരായ ആളുകളുണ്ട്. അവരുടെ സ്വഭാവം, അവർ ദുനിയാവിൽ ആളുകളുടെ ഇറച്ചി തിന്ന് ജീവിക്കുന്നവരാണ്. അഥവാ ഏഷണിയും പരദൂഷണവുമായി ജീവിച്ച ആളുകളാണ്. അവർ നാളെ പരലോകത്ത് വരുമ്പോൾ അവർ ചെയ്ത നന്മകളൊക്കെ എടുത്ത് ആരെക്കുറിച്ചാണോ അവർ ഏഷണിയും പരദൂഷണവും ഇല്ലാത്തതും പറഞ്ഞു നടന്നത് അവർക്ക് അല്ലാഹു കൊടുക്കുന്ന രംഗമുണ്ട്. അവസാനം തന്റെ നന്മയുടെ അക്കൗണ്ട് മുഴുവൻ കാലിയായി പാപ്പരായി പോകുന്ന ചില ആളുകൾ ഈ സംസാരത്തിന്റെ അല്ലെങ്കിൽ ഈ ഏഷണിയുടെയും പരദൂഷണത്തിന്റെയും ആളുകളായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിശ്വാസിയുടെ ഗുണമായി അല്ലെങ്കിൽ ഒരാൾ മുസ്ലിം ആണെങ്കിൽ അവന്റെ ഒരു സവിശേഷതയായി പ്രവാചകൻ പറഞ്ഞത് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഗ്നിഹി, തനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ താൻ ഇടപെടേണ്ടതില്ലാത്ത കാര്യങ്ങൾ അത് ഒഴിവാക്കുക, ആവശ്യമില്ലാത്തതിൽ ചെന്ന് തലയിടാതിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് ഇസ്ലാം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ സംസാരം അത് നല്ലതായിരിക്കണം എന്നാണ്. വകുൽ ഇബാദി യഖൂലുല്ലത്തി ഹിയ അഹ്സൻ, എന്റെ അടിമകളോട് പറയുക പ്രവാചക എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, അവർ പറയേണ്ടത് നല്ല കാര്യങ്ങളാണ്. ഇന്ന ശൈത്താന യൻസിഉ ബൈനഹും, പലപ്പോഴും പിശാച് നിങ്ങൾക്കിടയിൽ കലാപങ്ങളും കലഹങ്ങളും ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇന്ന ശൈത്താന കാലലിൽ ഇൻസാനി അദുവ്വം മുബീന, പിശാച് മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാണ് എന്ന കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരവും നമ്മുടെ ഇടപെടലുകളുമൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലും അള്ളാഹു അനുവദിച്ച രീതിയിലും ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാം ഏതൊരു സന്ദർഭത്തിലും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിച്ചു വന്നത്. തീർച്ചയായും സത്യസന്ധമായ രീതിയിലുള്ള അല്ലെങ്കിൽ അള്ളാഹു അനുവദിച്ച രീതിയിലുള്ള സംസാരമായിരിക്കണം ഏത് മേഖലയിലും നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. കളവ് എന്ന് പറയുന്നത്, ഇല്ലാത്തത് പറയുക എന്നുള്ളത് അല്ലെങ്കിൽ ഇല്ലാത്ത ആരോപണങ്ങൾ പറയുക എന്നുള്ളത്
അത് ഗുരുതരമായ തെറ്റായി റബ്ബ് പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് അത് സ്ത്രീകളെ ബന്ധപ്പെടുത്തിയാണെങ്കിലും ശരി, മറ്റെന്തെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയാണെങ്കിലും ശരി, വ്യക്തമായ തെളിവുകളില്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞു നടക്കുക എന്നുള്ളതും വഖദ്ഫുൽ മുഅ്മിനാത്തിൽ എന്ന് പറഞ്ഞ് ഖുർആൻ അൽ മുഹ്സനാത്ത് എന്ന് പറഞ്ഞ് അത് വൻ പാപങ്ങളിൽ ഒന്നായിട്ട് റസൂൽ എണ്ണിയതാണ്. വിശ്വാസിനികളെ കുറിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് നടക്കുക എന്ന് പറയുന്നത് മഹാപാപങ്ങളിൽ ഒന്നായിട്ട് അള്ളാഹുവിന്റെ റസൂൽ എടുത്തു പറയുന്നതാണ് എന്നുകൂടി നാം ഓർക്കുക. അതുകൊണ്ട് നമ്മുടെ സംസാരങ്ങൾ എപ്പോഴും ശ്രദ്ധയോടുകൂടിയായിരിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പരമാവധി സൂക്ഷിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും ഒരു വിശ്വാസി അവൻ്റെ സംസാരവും അവൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ക്രമീകരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിച്ചു വന്നത്. പൊതുരംഗത്തേക്ക് സ്ത്രീകൾ കടന്നു വരുന്ന ഒരു സന്ദർഭമാണ് പ്രത്യേകിച്ചും ലോക്കൽ ബോഡികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതിന് ധാരാളം മാതൃകകൾ കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു യുദ്ധത്തിന് പോലും നേതൃത്വം നൽകിയതൊക്കെ വളരെ ചരിത്രപ്രസിദ്ധമാണ്. പക്ഷെ അവർ അവരുടെ വസ്ത്രത്തിലും അവരുടെ ഇസ്ലാമിക സംസ്കാരത്തിലും ഉറച്ചു നിന്നുകൊണ്ടും ആയിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അതൊരു വലിയ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അമാനത്താണ് എന്നുള്ള നിലക്ക് അത് കൃത്യമായി അത് നിറവേറ്റാനും അവർ ബാധ്യസ്ഥരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ എന്നെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഗവർണറാക്കാമോ എന്ന് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ പ്രവാചകൻ അബൂദറിന്റെ പ്രകൃതം മനസ്സിലാക്കിയ പ്രവാചകൻ പറയുന്നുണ്ട്, യാ അബൂദർ ഇന്നക ലഈഫ്. അബൂദർ, നീ പൊതുവെ ദുർബലനായ ഒരു വ്യക്തിത്വമാണ്. ഒരു വലിയ ഇന്നഹ അമാന, ഒരു ഭരണ നേതൃത്വം എന്നൊക്കെ പറയുന്നത് അത് വലിയ ഒരു അമാനത്താണ്, ഉത്തരവാദിത്തമാണ്. വഇന്നഹ യൗമൽ ഖിയാമത്തി ഖിസ്യും വനദാമ. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവർ അത് യഥാവിധി നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ വലിയ അപമാനത്തിനും ഖേദത്തിനും ഇടവരും. ഇല്ലാമൻ അഖദഹ ബിഹഖിഹ. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ നിർവഹിക്കാത്ത ആളുകൾ, വദ്ദല്ലദി അലൈഹി ഫിഹ, തൻ്റെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കാത്തവർക്കത് വലിയ നഷ്ടമായി തീരും എന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ വഞ്ചനയും ചതിയും അതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങളുമൊക്കെയാണ് തുടർന്നുണ്ടാവുന്നത് എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ചും പ്രവാചകൻ സൂചിപ്പിച്ചു. ആരെങ്കിലും മറ്റൊരുത്തൻ്റെ എന്തെങ്കിലും ഒരു റൈറ്റ്, ഒരു അവകാശം അന്യായമായി കവർന്നെടുത്താൽ അവൻ നാളെ പരലോകത്ത് വരുന്നത് ആ വലിയ വഞ്ചകനായിട്ടായിരിക്കും. മാമിൻ അബ്ദിൻ യസ്തറഈഹി റഅയ്യഹു. അല്ലാഹു ഒരാളെ ഒരു കൂട്ടം പ്രജകളുടെ ചുമതല ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ നേതാവാക്കി നിശ്ചയിക്കുന്നു. എന്നിട്ട് അവൻ നിർവഹിക്കാതെ യമൂത്തു, അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത രീതിയിൽ അവൻ മരിച്ചാൽ വഹുവ ആശുൽ ലിറഅയതിഹി ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അല്ലാഹു അവന് നിഷേധിക്കുക സ്വർഗമായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ന് സത്യത്തിൽ ചെയ്യേണ്ടുന്ന വളരെ മഹത്തരമായ ഒരു കാര്യമാണ്. പക്ഷെ അതൊരിക്കലും സ്വാർത്ഥ താല്പര്യങ്ങൾക്കാവിരിക്കരുത് എന്ന് മാത്രം. ഇന്ന് സാമൂഹ്യ മേഖലയിൽ ഇടപെടാൻ പൊതുപ്രവർത്തകർക്ക് ഒരുപാട് സാധ്യതകളാണ്, ഒരുപാട് അവസരങ്ങളാണ്. അതെല്ലാം നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് അവരുടെ പരലോകത്തേക്കും നാളെ സമൂഹത്തിനും അത് വലിയ ഗുണമായിരിക്കും എന്നുള്ളതാണ് അത്തരം ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്.
തങ്ങൾക്ക് കഴിയാത്തത് വാഗ്ദാനം ചെയ്യാതിരിക്കണം. കാരണം കഴിയുന്നത് വാഗ്ദാനം ചെയ്യുകയും വാഗ്ദാനം ചെയ്യുന്നത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ബോധവും നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞല്ലോ കപടന്മാരെ കുറിച്ച്, കപടവിശ്വാസികൾ അഥവാ മുഅ്മിൻ വിശ്വാസി എന്നതിന്റെ നേർവിപരീതമാണ് കപടവിശ്വാസികൾ എന്ന് പറയുന്നത്. അവരുടെ ലക്ഷണമായി പറഞ്ഞത് ഇദാ വഅദ അഖ്ലഫ, അവർ ഒരു വാക്ക് പറഞ്ഞാൽ അത് ലംഘിക്കുന്നവരാണ്, വാഗ്ദാനം പാലിക്കാത്തവരാണ് എന്നാണ്. അതുപോലെ തന്നെ പൊതുസ്വത്ത് അത് ദുർവ്യയം ചെയ്യുക എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു തെറ്റായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിലെ മഹാന്മാരായ ഖലീഫമാർ, അമീറുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ 5ാം ഖലീഫ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് ഒക്കെ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹമൊക്കെ കാണിച്ച മാതൃക വളരെ വലുതാണ്. ഒരു ദിവസം അദ്ദേഹം വീട്ടില് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ എന്തോ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടക്കാണ് തന്നെ സന്ദർശിക്കാൻ വേണ്ടി ഒരാൾ വരുന്നത്. അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഉടൻ തന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ് താൻ കത്തിച്ച് വെച്ച മെഴുകുതിരി കെടുത്തിയിട്ട് മറ്റൊരു മെഴുകുതിരി കത്തിച്ചിട്ട് ഇദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്താണ് ഖലീഫ, നിങ്ങൾ ഒരു മെഴുകുതിരി ഓഫാക്കിയിട്ട് വേറൊരു മെഴുകുതിരി കത്തിച്ചത്? അപ്പോൾ അദ്ദേഹം ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ഗവൺമെന്റിന്റെ ചില കണക്കുകൾ അത് നോക്കുകയായിരുന്നു. ഇപ്പോൾ നാം സംസാരിക്കുന്നത് വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പൈസ കൊണ്ട് വാങ്ങിയ മെഴുകുതിരിയുടെ വെട്ടത്തിലാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. നേരത്തെ ഞാൻ ഉപയോഗിച്ചിരുന്ന മെഴുകുതിരി അത് സർക്കാരിൻ്റെതാണ്, അത് പൊതുഖജനാവിൻ്റെതാണ് എന്ന് പറഞ്ഞിരുന്ന ചരിത്രമാണ് ഇസ്ലാമിക ബോധമുള്ള ഖലീഫമാർ മാതൃക കാണിച്ചത് എന്ന് നാം ഓർക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ സ്വത്ത് എന്ന് പറയുന്നത് അത് വളരെ അമാനത്തായി കൈകാര്യം ചെയ്യാനും തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കഴിയണം എന്നൊക്കെയാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് മേഖലയിലും റബ്ബിനെ ഭയന്നും ഇബാദത്തുകൾ നിർവഹിക്കേണ്ടിടത്ത് ഉപേക്ഷ വരുത്താതെയും ഒക്കെ പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ പൊതുപ്രവർത്തനവും റബ്ബിന്റെ വക്കൽ സ്വീകാര്യോഗ്യമായി തീരുകയുള്ളൂ എന്ന ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം. റബ്ബ് നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മിൽ വന്ന തെറ്റുകൾ റബ്ബ് നമുക്ക് പുറത്തു തരുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ രോഗികളായ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള രോഗങ്ങളും നീ പൂർണ്ണമായും ഷിഫയാക്കി തരണമേ നാഥ. അല്ലാഹുവേ, എല്ലാത്തരം പരീക്ഷണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ ഏവരെയും നീ കാത്ത് രക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ അർഹമർ റഹീമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.